യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലെ ഡോൺബാസ് എന്ന വ്യവസായ ശക്തി കേന്ദ്രത്തിലേക്ക് ഒരു യാത്ര നടത്താം. കൽക്കരി ഖനികളും ഉരുക്ക് ഫാക്ടറികളും നിറഞ്ഞ ഈ പ്രദേശം യുക്രൈൻ്റെ സാമ്പത്തിക ഹൃദയമാണ്. ഇത് വെറും ഭൂമിയല്ല, രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് ഡോൺബാസ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. പുടിൻ ഒരു ഉറച്ച ആവശ്യം മുന്നോട്ട് വെച്ചതായി പറയുന്നു. വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ യുക്രൈൻ ഡോൺബാസിലെ ഡോനെസ്കിൽ നിന്ന് പിന്മാറിയാൽ യുദ്ധം നിർത്താമെന്നാണ് പുടിൻ്റെ വാഗ്ദാനമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. ഞങ്ങൾ ഡോൺബാസ് വിട്ടുകൊടുക്കില്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, നിയമവിരുദ്ധമായി കൈയടക്കിയതാണ്, ഇങ്ങനെയാണ് സെലൻസ്കി പറഞ്ഞത്. ഡോൺബാസ് വിട്ടുകൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഡോണറ്റ്സ് വിട്ടുകൊടുക്കുന്നത് റഷ്യയ്ക്ക് ഡോൺബാസിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം നൽകും. ഇതിലൂടെ യുക്രൈനിലേക്ക് കൂടുതൽ കടന്നു എന്ന് ആക്രമിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഡോൺബാസ് ഇത്ര നിർണായകമായത്? യുക്രൈൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ഡോണറ്റ്സ്കും ലുഹാൻസ്കും ഉൾപ്പെടുന്ന ഈ മേഖല കൽക്കരി ശേഖരമാണ്. ഖനികളും ലോഹനിർമ്മാണ ശാലകളും നിറഞ്ഞ ഈ പ്രദേശം യുക്രൈൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. 2014 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കൽക്കരി ഉൽപ്പാദനം 20% ഇടിഞ്ഞു. 2014 മുതൽ റഷ്യ ഡോൺബാസിൻ്റെ ഭാഗങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. ലുഹാൻസ്കിൻ്റെ ഏറിയ പങ്കും റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഡോണറ്റ്സ്കിൻ്റെ 30% യുക്രൈൻ നിലനിർത്തുന്നു. ഡോൺബാസ് നഷ്ടപ്പെട്ടാൽ യുദ്ധമുഖം 50 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി ക്രാമറ്റോർസ്ക്, പാവ്ലോഹാഡ്, ഡാനിപ്രോ തുടങ്ങിയ നഗരങ്ങൾക്ക് ഭീഷണിയാകും. സാമ്പത്തിക പ്രാധാന്യത്തിനപ്പുറം ഡോൺബാസ് ഒരു കോട്ടയാണ്. യുക്രൈൻ സൈനികർ വർഷങ്ങളായി കിടങ്ങുകൾ, ബങ്കറുകൾ, ടാങ്ക് വിരുദ്ധ കുഴികൾ, മൈൻഫീൽഡുകൾ എന്നിവ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇത് നഷ്ടപ്പെട്ടാൽ യുക്രൈൻ്റെ പ്രതിരോധം തകർന്നേക്കാം. എന്നാൽ ഡോൺബാസ് വെറും കൽക്കരിയോ കോൺക്രീറ്റോ അല്ല, അതൊരു പ്രതീകമാണ്. 2014 റഷ്യ ക്രൈമിയ കൈയടക്കിയതിനൊപ്പം റഷ്യയുടെ പിന്തുണയുള്ള വിഘടനവാദികൾ ഈ മേഖലയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. ഡോൺബാസ് വിട്ടുകൊടുക്കുന്നത് യുക്രൈനെ ദുർബലപ്പെടുത്തുക മാത്രമല്ല, റഷ്യൻ ആക്രമണം വിജയിക്കുമെന്ന സന്ദേശം നൽകുകയും ചെയ്യും. ഈ കയ്യേറ്റത്തെ നിയമവിധേയമാക്കുന്ന ഒരു സമാധാന ഉടമ്പടിയും അനുവദിക്കില്ലെന്ന് സെലൻസ്കി ആവർത്തിച്ച് പറയുന്നു. യൂറോപ്യൻ നേതാക്കളും യുക്രൈനെ പിന്തുണച്ച് ഭൂമി വിട്ടുകൊടുക്കുന്നത് കീഴടങ്ങലിന് തുല്യമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വാഷിംഗ്ടണിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ ഡോൺബാസ് സമാധാന ചർച്ചകളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നു. അതിൻ്റെ വ്യവസായ ശക്തി, പ്രതിരോധം, പ്രതീകാത്മകത എന്നിവയാണ് ഈ മേഖലയെ യുദ്ധത്തിലെ ഏറ്റവും നിർണായക കേന്ദ്രങ്ങളിലൊന്നാക്കുന്നത്.